കേരള വാട്ടർ അതോറിറ്റി അസിസ്റ്റൻ്റ് എക്സാമിൻ്റെ കെമിസ്ട്രി പാർട്ടിലെ അടുത്ത നമ്മുടെ ടോപ്പിക്കാണ് സോളിഡ് സ്റ്റേറ്റ്സ്. നമ്മൾ പ്ലസ് ടുവിൽ പഠിച്ചിരിക്കുന്ന ഒരു ചാപ്റ്ററാണ് സോളിഡ് സ്റ്റേറ്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ അതിലെ കുറച്ച് ടോപ്പിക്സാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ആദ്യത്തെ പാർട്ടാണിത്. അപ്പോൾ കുറച്ച് ക്വസ്റ്റ്യൻസ് നമ്മൾ ഇതിനകത്ത് ഡിസ്കസ് ചെയ്യും. അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോവാം. ആദ്യത്തെ ചോദ്യം ഇതാണ്: വിച്ച് അമോങ് ദി ഫോളോയിങ് വിൽ ഷോ അനൈസോട്രോപ്പി? എന്താ അനൈസോട്രോപ്പി എന്ന് പറഞ്ഞാൽ? അനൈസോട്രോപ്പി എന്താന്ന് പറയണമെന്നുണ്ടെങ്കിൽ നമ്മൾ അതിന് മുമ്പ് 2 ടൈപ്പ് സോളിഡ്സ് ഉണ്ടെന്നുള്ളത് പഠിക്കണം. ഓക്കെ, അതായത് നമുക്ക് സോളിഡ്സിനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാനായിട്ട് പറ്റും. ക്രിസ്റ്റലൈൻ സോളിഡ്സും അമോർഫസ് സോളിഡ്സും. നമുക്ക് കേട്ട് പരിചയം ഉണ്ടാവും പ്ലസ് ടുവിലൊക്കെ, ക്രിസ്റ്റലൈൻ സോളിഡ്സ് എന്നും അമോർഫസ് സോളിഡ്സ് എന്നും. എന്താണ് അനൈസോട്രോപ്പി? അനൈസോട്രോപ്പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ആയിട്ടുള്ള റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് പോലുള്ള കാര്യങ്ങളൊക്കെ എങ്ങനെയായിരിക്കും? ഡിഫറെൻ്റ് ആയിരിക്കും, ഡിഫറെൻറ്റ് ഡയറക്ഷനിൽ. ഓക്കെ, ഇപ്പോൾ ഈ ഡയറക്ഷനിൽ നമ്മൾ നോക്കുന്ന അനൈസോട്രോപ്പിക് ആയിരിക്കും, ഈ ഡയറക്ഷനിൽ നമ്മൾ നോക്കുന്ന ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ആയിരിക്കില്ല ഈ ഡയറക്ഷനിൽ നോക്കുമ്പോൾ. അങ്ങനെയുള്ളവരെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? അനൈസോട്രോപ്പിക് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഈ ക്രിസ്റ്റലൈൻ സോളിഡ്സും അമോർഫസ് സോളിഡ്സും നമ്മൾ എടുക്കുന്ന സമയത്ത് അതിനകത്ത് ഒരാൾ എന്താണ് അനൈസോട്രോപ്പിക്കും ഒരാൾ ഐസോട്രോപ്പിക്കുമാണ്. അതാരാണെന്നാണ് നമുക്ക് പഠിക്കേണ്ടത്. അപ്പോൾ അതിനു മുമ്പ് നമുക്ക് ക്രിസ്റ്റലൈൻ സോളിഡ്സിൻ്റെ പ്രോപ്പർട്ടീസ് നോക്കാം. ക്രിസ്റ്റലൈൻ സോളിഡ്സ് എന്ന് പറഞ്ഞാൽ എങ്ങനെയായിരിക്കും? അവർ ഓർഡേർഡ് സ്ട്രക്ചർ ആയിരിക്കും. ഓക്കെ, ഓർഡേർഡ് സ്ട്രക്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെങ്ങനെയായിരിക്കും? ഒരാളിവിടെ ഇങ്ങനെയായിരിക്കും. അവർ കൂടുതലും ക്ലോസ്ലി പാക്ക്ഡ് ആയിരിക്കും. യൂണിഫോമിറ്റി ഉണ്ടാവും അവരുടെ എല്ലാ കാര്യങ്ങൾക്കും. ഓക്കെ, അവരെങ്ങനെയായിരിക്കും? ഇങ്ങനൊരു ക്ലോസ്ലി പാക്ക്ഡ് അറേഞ്ച്മെൻറ്റിലായിരിക്കും ഇരിക്കുന്നുണ്ടാവുക. ഓക്കെ, അവർക്കൊരു പർട്ടിക്കുലർ പാറ്റേൺ അവർ റിപ്പീറ്റ് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ നമ്മളിങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു പർട്ടിക്കുലർ പാറ്റേൺ അവർ റിപ്പീറ്റ് ചെയ്യുന്നുണ്ടാവും. അതുപോലെ നമ്മളിവിടെ ഒരു കട്ടിങ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? നമുക്കൊരു പ്ലെയിൻ ഇവിടെ കിട്ടും അല്ലേ? ഒരു കറക്റ്റ് പ്ലെയിൻ ഇവിടെ കിട്ടും. ഇനി എന്താണ്? അവർക്കൊരു ഷാർപ്പ് മെൽറ്റിംഗ് പോയിന്റ് ഉണ്ടാവും. ഒരു ഡിസ്നിക് ക്ലീവേജ് ഉണ്ടാവും നമ്മൾ പറഞ്ഞു. അതുപോലെ തന്നെ എന്തുണ്ടാവും? അവർക്ക് ഷാർപ്പ് മെൽറ്റിംഗ് പോയിന്റ് ഉണ്ടാവും. നോക്കാം, ക്രിസ്റ്റലൈൻ സോളിഡ്സിൻ്റെ ഒരു പ്രോപ്പർട്ടി ആയിട്ടാണ് നമ്മൾ അനൈസോട്രോപ്പിക് എന്ന് പറയുന്നത്. അതായത് ഡിഫറെൻറ്റ് ഡയറക്ഷനിൽ ഡിഫറെൻറ്റ് ഫിസിക്കൽ പ്രോപ്പർട്ടീസ് കാണിക്കുന്നവരാണ് അനൈസോട്രോപ്പിക്കുകൾ എന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ, ഇവർക്കൊരു എക്സാമ്പിളാണ് സോൾട്ട്, ഡയമണ്ട്, ക്വാർട്സ് ഒക്കെ. സോൾട്ട്, ഡയമണ്ട്, ക്വാർട്സ് ഇവരൊക്കെ എന്താണ്? അനൈസോട്രോപ്പിക്ക് എക്സാമ്പിളാണ്. ഓക്കെ, അപ്പോൾ ഈ തന്നിരിക്കുന്നതിൽ ഏതാണ് അനൈസോട്രോപ്പിക് എന്ന് നമുക്ക് പറയണമെന്നുണ്ടെങ്കിൽ നമുക്ക് അമോർഫസ് സോളിഡ്സും കൂടി എന്താണെന്നുള്ളത് നമുക്ക് പഠിക്കണം. ഓക്കെ, അപ്പോൾ ക്രിസ്റ്റലൈൻ സോളിഡ്സിൻ്റെ പ്രോപ്പർട്ടീസ് ആണ് നമ്മൾ പറഞ്ഞത്. ഇവരൊരു ഓർഡേർഡ് സ്ട്രക്ചർ ആയിരിക്കും, വെൽ ഡിഫൈൻഡ് ഓർഡേർഡ് സ്ട്രക്ചർ ആയിരിക്കും. ഇവർ റിപ്പീറ്റിംഗ് പാറ്റേൺസ് ഉണ്ടാവും ഇവർക്ക്. ആറ്റംസും മോളിക്യൂൾസും എങ്ങനെയായിരിക്കും? റെഗുലർ 3 ഡയമെൻഷൻ ലാറ്റീസ്. ലാറ്റീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആറ്റംസ് ഒക്കർ ചെയ്യുന്ന സൈറ്റിനെയാണ് നമ്മൾ ലാറ്റീസ് സൈറ്റ് എന്ന് പറയുന്നത്. പിന്നെ ഇവർക്ക് ഷാർപ്പ് മെൽറ്റിംഗ് പോയിന്റ് ആയിരിക്കും, ഒരു ക്ലീവേജ് പ്ലെയിൻ ഉണ്ടാവും. ഇവർ അനൈസോട്രോപ്പിക് ആയിരിക്കും. എക്സാമ്പിളുകളാണ് നമുക്ക് എന്തായാലും ചോദ്യത്തിൽ വരിക. ഇതിൽ തന്നിരിക്കുന്നത് ഏതാണ് അനൈസോട്രോപ്പിക്, തന്നിരിക്കുന്നത് ഏതാണ് ക്രിസ്റ്റലൈൻ സോളിഡ്സ്, തന്നിരിക്കുന്നതിൽ ഏതാണ് ഐസോട്രോപ്പിക് എന്നൊക്കെയാണ് നമുക്ക് ക്വസ്റ്റ്യൻസ് വരിക. അപ്പോൾ നമ്മൾ ക്വസ്റ്റ്യൻസിലത്തെ എക്സാമ്പിൾസ് കുറച്ച് നന്നായിട്ട് പഠിക്കുക. സോൾട്ട്, ഡയമണ്ട്, ക്വാർട്സ് ഒരാളും കൂടി നമുക്ക് ഇവിടെ ഇപ്പോൾ പറയാനായിട്ട് പറ്റും. അത് അമോർഫസും കൂടി പഠിച്ചു കഴിഞ്ഞിട്ട് അമോർഫസ് സോളിഡ്സിനെ നോക്കുക. അമോർഫസ് സോളിഡ്സ്, ക്രിസ്റ്റലൈൻ സോളിഡ്സ് നമ്മൾ പറഞ്ഞു ഓർഡേർഡ് സ്ട്രക്ചർ വിത്ത് വെൽ ഡിഫൈൻഡ് റിപ്പീറ്റിംഗ് പാറ്റേൺ. ഇതിന് നേരെ ഓപ്പോസിറ്റ് ആണ് അമോർഫസ്. ഇവർക്ക് എങ്ങനെയാണ്? ഒരു റെഗുലർ പാറ്റേൺ ഉണ്ടാവില്ല, ഒരു റിപ്പീറ്റിംഗ് സ്ട്രക്ചർ ഉണ്ടാവില്ല. ഇവരെങ്ങനെയായിരിക്കും? റാൻഡംലി അറേഞ്ച് ചെയ്തിരിക്കുകയായിരിക്കും. എങ്ങനെയാണ്? റാൻഡംലി അറേഞ്ച്ഡ്. നോക്കുക, ഇങ്ങനെ റാൻഡംലി അറേഞ്ച് ചെയ്തിരിക്കുകയായിരിക്കും. നമുക്കിവർ ജോയിൻ ചെയ്താലും ഒരു പർട്ടിക്കുലർ പാറ്റേൺ ഒന്നും കിട്ടാൻ പോകുന്നില്ല. ഇവരെങ്ങനെയായിരിക്കും? റാൻഡംലി ഇങ്ങനെ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുകയായിരിക്കും. ഓക്കെ, ഇതാണ് അമോർഫസ് എന്ന് പറയുന്നത് അല്ലേ? ഇവർക്കൊരു ഷാർപ്പ് മെൽറ്റിംഗ് പോയിന്റ് ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു ക്രിസ്റ്റലൈൻസിന്. ഇവർക്ക് എങ്ങനെയായിരിക്കും? അമോർഫസുകാർക്ക് എങ്ങനെയായിരിക്കും? ഒരു ഷാർപ്പ് മെൽറ്റിംഗ് പോയിന്റ് ഉണ്ടാവില്ല. ഓക്കെ, ഇവർ ടെമ്പറേച്ചർ റേഞ്ച് ഗ്രാജുവലി ഇൻക്രീസ് ചെയ്യും തോറും അവരെന്ത് ചെയ്തു വരും? സോഫ്റ്റ് ആൻഡ് ചെയ്തു വരും. സോഫ്റ്റ് ആൻഡ് ഗ്രാജുവലി ഓവർ എ ടെമ്പറേച്ചർ റേഞ്ച് അല്ല. ഇവിടുത്തെ ഒരു എക്സാമ്പിൾ നോക്കിയാൽ പ്ലാസ്റ്റിക്കിന് നമ്മളൊരു പർട്ടിക്കുലർ ടെമ്പറേച്ചറിന് കൂടുതൽ കൊടുത്ത് എന്തായിട്ട് മാറും? അത് സോഫ്റ്റ് ആയിട്ട് മാറും അല്ലേ? ഇനി നോക്കാം, ഇവർക്കൊരു ക്ലീവേജ് പ്ലെയിൻ ഉണ്ടാവില്ല. അതായത് നമ്മളിപ്പോൾ ഇങ്ങനെ കട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തായിരിക്കും? ചിലപ്പോൾ ഈ ഒരു ഇതിൻ്റെ പകുതി ഭാഗം ഇപ്പുറത്ത് വരും, അപ്പുറത്തെ ആളുടെ പകുതി ഇവിടെ വരും. അങ്ങനെ ഒരു പ്രശ്നമുണ്ട് അല്ലേ? അപ്പോൾ ഇവർക്ക് എന്തില്ല? ലാക്ക് ഓഫ് ഡിസ്റ്റിങ്ക്ട് ക്ലീവേജ് പ്ലെയിൻ. ഓക്കെ, പിന്നെ നമ്മൾ പറഞ്ഞു ഇവരെന്താണ്? ഐസോട്രോപ്പിക് ആണ്. ഇവർ അനൈസോട്രോപ്പിക് ആണ്, ഇവർ ഐസോട്രോപ്പിക് ആണ്. എന്താണ് ഐസോട്രോപ്പി, എന്താണ് അനൈസോട്രോപ്പി എന്ന് മനസ്സിലായല്ലോ? ഐസോട്രോപ്പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫിസിക്കൽ പ്രോപ്പർട്ടീസ് റിമെയിൻ സെയിം റിഗാർഡ്ലെസ് ഓഫ് ഓറിയന്റേഷൻ. ഇവർ ഏത് ഡയറക്ഷനിൽ നമ്മൾ നോക്കിയാലും ഇവരുടെ ഫിസിക്കൽ പ്രോപ്പർട്ടീസ്, റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് പോലുള്ള ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ഒക്കെ എങ്ങനെയായിരിക്കും? സെയിം ആയിരിക്കും. അനൈസോട്രോപ്പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡയറക്ഷൻ ഡിപ്പെൻഡൻ്റ് ആണ്. കാരണം ഡയറക്ഷൻ മാറും തോറും ഇവരുടെ ഫിസിക്കൽ പ്രോപ്പർട്ടീസിൽ ചേഞ്ച് ഉണ്ടാവും. അതാരാണ്?
ക്രിസ്റ്റലൈൻ സോളിഡ്സ് ആണ്. ഓക്കെ, അപ്പോൾ അതാണ് മെയിനായിട്ട് ക്രിസ്റ്റലൈൻ സോളിഡ്സും അമോർഫസ് സോളിഡ്സും തമ്മിലുള്ള വ്യത്യാസം എന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റുന്നത്. ഓക്കെ, അപ്പോൾ ക്രിസ്റ്റലൈൻ സോളിഡ്സും അമോർഫസ് സോളിഡ്സും എന്താണെന്നുള്ളത് നമ്മൾ പറഞ്ഞു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ എക്സാമ്പിളുകൾ നോക്കൂ. ഗ്ലാസ്, റബ്ബർ, പിന്നെ കുറച്ച് പ്ലാസ്റ്റിക്കുകൾ. അപ്പോൾ ഗ്ലാസും റബ്ബറും പ്ലാസ്റ്റിക്കും അമോർഫസ് ആണ്. ഗ്ലാസ് എന്താണ്? അമോർഫസ് ആണ്. അമോർഫസ് ആണ്. പ്ലാസ്റ്റിക് എന്താണ്? അമോർഫസ് ആണ്. റബ്ബർ എന്താണ്? അമോർഫസ് ആണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ NaBr എന്ന് പറയുന്നത് എന്തായിരിക്കും? ക്രിസ്റ്റലൈൻ സോളിഡ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ ക്രിസ്റ്റലൈൻ സോളിഡ്സിന് ഒരു എക്സാമ്പിളും കൂടി നമ്മൾ പഠിച്ചു, NaBr. ഓക്കെ, ക്രിസ്റ്റലൈൻ സോളിഡ്സിന് എക്സാമ്പിളാണ് NaBr എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. ഏതാണ് അനൈസോട്രോപിക് എക്സാമ്പിൾ? NaBr. അപ്പോൾ നമ്മൾ ക്രിസ്റ്റലൈൻ സോളിഡ്സ് എന്താണെന്നും അമോർഫസ് സോളിഡ്സ് എന്താണെന്നും അനൈസോട്രോപ്പി എന്താണെന്നും ഐസോട്രോപ്പി എന്താണെന്നും പറഞ്ഞു. പിന്നെ എന്താണ്? രണ്ടിൻ്റെയും എക്സാമ്പിളുകളും പറഞ്ഞു. ഓക്കെ, അപ്പോൾ സോളിഡ് സ്റ്റേറ്റ്സിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ അതാണ്. അനൈസോട്രോപ്പിയും ഐസോട്രോപ്പിയും നമുക്ക് മനസ്സിലായി. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോവാം. ദ മേജർ ബൈൻഡിങ് ഫോഴ്സ് ആൻഡ് ഫോഴ്സ് ഇന്നാണ് ഇൻ ഡയമണ്ട് ആൻഡ് സിലിക്കോൺ. ഡയമണ്ട്, സിലിക്കോൺ ആൻഡ് ക്വാർട്സ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. മേജർ ബൈൻഡിങ് ഫോഴ്സ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതായത് ഈ ആറ്റംസ് എന്ത് ചെയ്തിരിക്കുകയായിരിക്കും? ബൈൻഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ് അല്ലേ? ഒന്നൊന്നിനോട് എന്ത് ചെയ്തിരിക്കുകയാണ്? ബൈൻഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇവർ തമ്മിലൊരു ഇൻറ്ററാക്ഷൻ ഉണ്ടാവും. ആ ഇൻറ്ററാക്ഷനാണ് നമ്മളവിടുത്തെ ബൈൻഡിങ് ഫോഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഓപ്ഷൻസ് ഇതൊക്കെയാണ്. അയോണിക് ഇൻറ്ററാക്ഷൻ ഉണ്ട്, ഹൈഡ്രജൻ ബോണ്ട് ഇൻറ്ററാക്ഷൻ ഉണ്ട്, കോവാലന്റ് ബോണ്ട് ഉണ്ട്, മെറ്റാലിക് ഫോഴ്സ് ഉണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് അതിനകത്ത് ഏതാണെന്ന് പറയണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവർ എല്ലാവരും ഓരോരുത്തരും എന്താണെന്നുള്ളത് പഠിക്കണം അല്ലേ? എന്താണ് അയോണിക് ബോണ്ട്, അല്ലെങ്കിൽ എന്താണ് കോവാലന്റ് ബോണ്ട്, മെറ്റാലിക് ബോണ്ട് എന്താണ്, ഹൈഡ്രജൻ ബോണ്ട് എന്താണെന്നുള്ളത് നമുക്ക് അറിയണം. അതിനുവേണ്ടി ഞാൻ ഇവിടെ ഒരു ബോക്സ് കൊടുത്തിട്ടുണ്ട്, നോക്കാം. കാണാമെന്ന് വിചാരിക്കുന്നു. നമ്മുടെ സോളിഡ്സിൻ്റെ ഒരു എന്താ പർട്ടിക്കുലർ കൊടുത്തിരിക്കുകയാണ്. ഓക്കെ, ടൈപ്പ് ഓഫ് ക്രിസ്റ്റലൈൻ സോളിഡ്സ് നോക്കാം. എന്തൊക്കെയാണ് സോളിഡ്സുകൾ? ടൈപ്പ് ഓഫ് സോളിഡ്സ് മോളിക്കുലർ സോളിഡ്സ് ഉണ്ട്, കോവാലന്റ് നെറ്റ്വർക്ക് ഉണ്ട്, അയോണിക് ഉണ്ട്, മെറ്റാലിക് ഉണ്ട്. മോളിക്കുലർ സോളിഡ്സിൻ്റെ യൂണിറ്റ് പാർട്ടിക്കിൾസ്, അതായത് ഇങ്ങനെ നമ്മളിപ്പോൾ മോളിക്കുലർ സോളിഡ്സ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇതും അല്ലേ? ഇതാണ് മോളിക്കുലർ സോളിഡ്സ് എന്ന് പറയുക, അല്ലെങ്കിൽ ഇങ്ങനെ കുറേ ഉള്ളതാണ് മോളിക്കുലർ സോളിഡ്സ് അല്ലേ? അപ്പോൾ ഇവരുടെ ഈ ഓരോ പാർട്ടിക്കിൾസിനെയും നമ്മൾ എന്തായിരിക്കും എന്നുള്ളതാണ് ഈ പറഞ്ഞിരിക്കുന്നത്. ഫോംസ് ഓഫ് യൂണിറ്റ് പാർട്ടിക്കിൾ. ഒരു യൂണിറ്റ് പാർട്ടിക്കിൾ എന്ന് പറയുന്നത് ഒരു മോളിക്കുലർ സോളിഡ്സിൽ ആറ്റം ആയിരിക്കും. ആറ്റം അല്ലെങ്കിൽ ഒരു മോളിക്യൂൾസ് ആയിരിക്കും. ഈ മോളിക്കുലർ സോളിഡ്സ് എന്തൊക്കെ ഫോഴ്സസ് ആണ്, അല്ലെങ്കിൽ ഈ പാർട്ടിക്കിൾസ് യൂണിറ്റ് പാർട്ടിക്കിൾസ് ബൈൻഡ് ചെയ്തിരിക്കുന്ന ഫോഴ്സസ് എന്ന് പറയുന്നത് ലണ്ടൻ ഡിസ്പെർഷൻ, ഡൈപോൾ, ഹൈഡ്രജൻ ബോണ്ട്. ഓക്കെ, ഇനി കോവാലന്റ് നെറ്റ്വർക്ക് ഉണ്ട്. ഓക്കെ, കോവാലന്റ് നെറ്റ്വർക്ക് സോളിഡ്സിനകത്ത് യൂണിറ്റ് പാർട്ടിക്കിൾസ് എന്ന് പറയുന്നത് ആറ്റംസ് ആയിരിക്കും. അവരെങ്ങനെയായിരിക്കും? ഒരു നെറ്റ്വർക്ക് പോലെ കണക്ട് ചെയ്തിരിക്കുകയായിരിക്കും. കോവാലന്റ് ബോണ്ട്സിൻ്റെ നെറ്റ്വർക്ക് പോലെ കണക്ട് ചെയ്തിരിക്കുകയായിരിക്കും കോവാലന്റ് നെറ്റ്വർക്ക് എന്ന് പറയുന്നത്. ഇവർ തമ്മിലുള്ള ബോണ്ട് എന്ന് പറയുന്നത് കോവാലന്റ് ബോണ്ടാണ്. ഓക്കെ, മൂന്നാമത്തെയാണ് അയോണിക്. അയോണിക്കിനകത്ത് പോസിറ്റീവ് നെഗറ്റീവ് അയോൺസ് ഒക്കെ ഇലക്ട്രിക്കൽ കണ്ടക്ഷൻ വഴിയായിരിക്കും എന്തുണ്ടാവുക? ബോണ്ട് ചെയ്തിട്ടുണ്ടാവും. അല്ലെങ്കിൽ യൂണിറ്റ് പാർട്ടിക്കിൾസ് എന്ന് പറയുന്നത് പോസിറ്റീവ് നെഗറ്റീവ് അയോൺസ് ആണ്. ഇവിടുത്തെ എക്സാമ്പിൾ നോക്കിയാൽ NaCl, Na+ഉം Cl- അല്ലേ? അപ്പോൾ ഇവരെന്ത് ചെയ്തിരിക്കുകയായിരിക്കും? ഇലക്ട്രോസ്റ്റാറ്റിക് അട്രാക്ഷൻ വെച്ചിട്ട് പോസിറ്റീവ് നെഗറ്റീവ് ചാർജുകളുടെ അട്രാക്ഷൻ വെച്ചിട്ടായിരിക്കും അയോണിക് സോളിഡ്സ് എന്ത് ചെയ്തിട്ടുണ്ടാവുക? ബോണ്ട് ചെയ്തിട്ടുണ്ടാവുക. ഇനി മെറ്റാലിക് സോളിഡ്സ് ഉണ്ട്. മെറ്റാലിക് സോളിഡ്സിൻ്റെയും യൂണിറ്റ് പാർട്ടിക്കിൾസ് എന്ന് പറയുന്നത് ആറ്റംസ് തന്നെയായിരിക്കും. അവരുടെ ബോണ്ട് എന്ന് പറയുന്നത് മെറ്റാലിക് ബോണ്ട് ആയിരിക്കും. ഈ മോളിക്കുലർ ആറ്റംസ് പ്രോപ്പർട്ടീസ് എന്തൊക്കെയായിരിക്കും? മോളിക്കുലർ സോളിഡ്സിൻ്റെ പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത് അവർ കൂടുതലും സോഫ്റ്റ് ആയിരിക്കും. ഇവർക്ക് കൂടുതൽ മെൽറ്റിംഗ് പോയിന്റ് ഉണ്ടാവും. അതുപോലെ കണ്ടക്ഷൻ വളരെ കുറവായിരിക്കും. പുവർ തെർമൽ ആൻഡ് ഇലക്ട്രിക്കൽ കണ്ടക്ഷൻ. എക്സാമ്പിളുകളാണ് നമുക്ക് പഠിച്ചു വയ്ക്കേണ്ടത്. ആർഗൺ, മീഥേൻ, സൂക്രോസ്, ഡ്രൈ ഐസ്, C12H22O11, ഗ്ലൂക്കോസ്, CO2. ഓക്കെ, ഇവരൊക്കെയാണ്. ഈ കോവാലന്റ് നെറ്റ്വർക്ക് ഉള്ളവരോ ഇവർ സോഫ്റ്റ് ആണെങ്കിൽ ഇവർ ഹാർഡ് ആയിരിക്കും. ഇവർക്കുള്ള മെൽറ്റിംഗ് പോയിന്റ് വളരെ ഹൈ ആയിരിക്കും. പുവർ തെർമൽ കണ്ടക്ഷൻ തന്നെയായിരിക്കും. അവരുടെ എക്സാമ്പിളാണ് ഡയമണ്ട്, ക്വാർട്സ്, SiO2 ഒക്കെ. ഓക്കെ, ക്രിസ്റ്റലൈൻ സോളിഡ്സ് കൂടുതലും കോവാലന്റ് നെറ്റ്വർക്കിലുള്ളവരാണ് ക്രിസ്റ്റലൈൻ സോളിഡ്സ്. ഓക്കെ, ഇനി അയോണിക്കിനകത്ത് വരുന്നത് ഏതൊക്കെയാണ്? ഹാർഡ് ആയിരിക്കും, അവർ ഹൈ മെൽറ്റിംഗ് പോയിന്റ് ആയിരിക്കും, തെർമൽ കണ്ടക്ടിവിറ്റി കുറവായിരിക്കും. അവരുടെ എക്സാമ്പിളുകളാണ് NaCl, ടിപ്പിക്കൽ സോൾട്ടുകളെല്ലാം. മെറ്റാലിക്കിൻ്റെ എക്സാമ്പിളുകൾ നോക്കൂ. സോഫ്റ്റ് ആയിരിക്കും, സോഫ്റ്റ് ടു വെരി ഹാർഡ്, സോഫ്റ്റ് തൊട്ട് ഹാർഡ് ആയിട്ടുള്ളവർ വരെയുണ്ട്. ലോ ടു വെരി ഹൈ മെൽറ്റിംഗ് പോയിന്റ്, എക്സലന്റ് തെർമൽ ആൻഡ് ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി. അവരുടെ എക്സാമ്പിളാണ് Cu, Fe, Lw എന്നൊക്കെ പറയുന്നത്, ടങ്സ്റ്റൺ ഒക്കെ പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ദ മേജർ ഇൻട്രാക്ഷൻ ഓഫ് ഡയമണ്ട്, സിലിക്കൺ ആൻഡ് ക്വാർട്സ്. ഡയമണ്ട്, സിലിക്കൺ ആൻഡ് ക്വാർട്സ്. നമ്മുടെ ഇതിനകത്ത് എക്സാമ്പിൾ
നോക്കൂ, ഡയമണ്ടും സിലിക്കണും ക്വാഡ്സും ഒക്കെ ഏതിലാണ് വന്നിരിക്കുന്നത്? കോവാലന്റ് നെറ്റ്വർക്കിങ്ങിനകത്താണ് അല്ലേ. അപ്പോൾ ആറ്റംസ് കണക്റ്റഡ് ഇൻ എ നെറ്റ്വർക്ക് ഓഫ് കോവാലന്റ് ബോണ്ട്സ് ആണ്, കോവാലന്റ് ബോണ്ടാണ് അവർക്കുള്ളത്. അപ്പോൾ നമ്മുടെ ക്വസ്റ്റിൻ്റെ ആൻസർ എന്താണ് ഇവിടെ? കോവാലന്റ് ബോണ്ട് ഫോഴ്സസ്. ഓക്കെ, നമുക്ക് എക്സാമ്പിളുകളാണ് അവിടെ പഠിച്ചു വെക്കേണ്ടത് കൂടുതലായിട്ട്. ഓക്കെ ആണല്ലോ. അപ്പോൾ മേജർ ബൈൻഡിങ് ഫോഴ്സ് ഇൻ ഡയമണ്ട്, സിലിക്കൺ ആൻഡ് ക്വാർട്സ് എന്ന് പറയുന്നത് കോവാലന്റ് ബോണ്ട് ഫോഴ്സസ് ആണ്. ഓക്കെ, അത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. 4 ടൈപ്പ് ബോണ്ടിങ് നമ്മൾ പറഞ്ഞു. മോളിക്കുലാർ, കോവാലന്റ്, അയോണിക്. അവരുടെ ബോണ്ടിങ് എങ്ങനെയാണെന്ന് നമ്മൾ പറഞ്ഞു. പാർട്ടിക്കിൾസ് എങ്ങനെയാണെന്ന് പറഞ്ഞു. അതുപോലെ പാർട്ടിക്കിൾസ് തമ്മിൽ ഫോഴ്സ് ഏതാണെന്ന് നമ്മൾ പറഞ്ഞു. പ്രോപ്പർട്ടീസ് പറഞ്ഞു. നമ്മൾ എക്സാമ്പിൾസും നോക്കി. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് എന്തിലുള്ളത്? സോളിഡ്സിൻ്റെ ബോണ്ടിങ്ങിനകത്ത് നമുക്ക് പറയാനുള്ളത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് നോക്കാം. ഇംപെർഫെക്ഷൻസ് ഇൻ സോളിഡ്സ്. അതായത് ഈ സോളിഡ് സ്റ്റേറ്റ് എന്ന് പറയുന്നതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ് ഇംപെർഫെക്ഷൻസ് ഇൻ സോളിഡ്സ് എന്ന് പറയുന്നത്. അതായത് ഒരു സോളിഡിൽ എന്തെങ്കിലും ഇംപെർഫെക്ഷൻ ഉണ്ടോ, അല്ലെങ്കിൽ ഒരു ക്രിസ്റ്റലൈൻ സോളിഡ്സിനകത്ത് എന്തെങ്കിലും ഇംപെർഫെക്ഷൻ എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം അതൊരു ഡിഫക്റ്റ് ആയിട്ടാണ് നമ്മൾ പറയാറ് അല്ലേ. ഇംപെർഫെക്ഷൻ എന്ന് പറയുമ്പോൾ ഒരു ഡിഫക്റ്റ് ആണ്. അതായത് നോക്കൂ, any departure from perfectly ordered arrangement of constituent particle in a crystal is called imperfection. അതായത് ഒരു പെർഫെക്റ്റ്ലി അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു ക്രിസ്റ്റൽ, നമ്മളിപ്പോൾ ഇങ്ങനെ ഒരു പെർഫെക്റ്റ്ലി നമുക്കൊരു ക്രിസ്റ്റൽ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇതിലുണ്ടാവുന്ന ഒരു ഡിഫക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും? ഒന്നെങ്കിൽ ഇയാൾ ഇറങ്ങി പോകുന്നതായിരിക്കും അല്ലേ. അപ്പോൾ നമുക്കൊരു ലറ്റീസ് സൈറ്റ് കൺസിഡർ ചെയ്യാം. നമ്മൾ ഇതെല്ലാം നമുക്ക് ലറ്റീസ് സൈറ്റ് ആയിട്ട് കൺസിഡർ ചെയ്യാം. ഇതുണ്ട് ഇവിടെ എല്ലാം ഓരോ ആറ്റംസ് വന്നിരിക്കുകയെന്ന് വയ്ക്കാം. ഇവിടെ മാത്രമില്ല, ഇവിടെ ഉണ്ടായിരുന്ന ആളെ ഇറങ്ങിപ്പോയി, അല്ലെങ്കിൽ ഇവിടെ ഉണ്ടായിരുന്ന ഒരു പോസിറ്റീവ് അയോൺ മാറി ഒരു നെഗറ്റീവ് അയോൺ വന്നു, അല്ലെങ്കിൽ ഇപ്പം ഇവിടെ ഒരാൾക്ക് പകരം 2 ആൾ കൂടുതൽ വന്നു. ഓക്കെ, ഇതെല്ലാം എന്താണ്? ഡിഫക്റ്റുകളാണ്. ഓക്കെ, ഇതിനെല്ലാം നമുക്ക് എന്തായിട്ട് പറയാം? ഡിഫക്റ്റുകളായിട്ട് പറയാം. എനി ഡിപ്പാർച്ചർ ഫ്രം പെർഫെക്റ്റ്ലി ഓർഡേർഡ് അറേഞ്ച്മെന്റ് ഓഫ് എ കോൺസ്റ്റുവന്റ് പാർട്ടിക്കിൾ ഇൻ എ ക്രിസ്റ്റൽ ഈസ് കോൾഡ് ഇംപെർഫെക്ഷൻ ഓർ ഡിഫക്റ്റ്. ഓക്കെ, ഒരു പെർഫെക്റ്റ്ലി അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു കാര്യത്തിൽ നിന്ന് ഒരു കോൺസ്റ്റുവന്റ് പാർട്ടിക്കിൾസിന്റെ അറേഞ്ച്മെന്റ് മാറുകയാണെന്നുണ്ടെങ്കിൽ അവരെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഇംപെർഫെക്ഷൻ അല്ലെങ്കിൽ ഡിഫക്റ്റ് എന്ന് വിളിക്കുന്നത്. ഡിഫക്റ്റുകൾ പല ടൈപ്പ് ഉണ്ട്. ഓക്കെ, പോയിന്റ് ഡിഫക്റ്റും ഉണ്ട്, ലൈൻ ഡിഫക്റ്റും ഉണ്ട്. പോയിന്റ് ഡിഫക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറഗുലാരിറ്റീസ് ഓർ ഡീവിയേഷൻ ഫ്രം ഐഡിയൽ അറേഞ്ച്മെന്റ് അറൌണ്ട് എ പോയിന്റ് ഓർ ആൻ ആറ്റം ഇൻ എ ക്രിസ്റ്റലൈൻ സോളിഡ്. ഒരു ക്രിസ്റ്റലൈൻ സോളിഡ് നമ്മൾ എടുക്കുന്നു. ഒരു ക്രിസ്റ്റലൈൻ സോളിഡ് നമ്മളിപ്പോൾ എടുത്തു. ഇതിനകത്ത് എന്തുണ്ട്? കുറേ ചെറിയ ആറ്റംസ് ഉണ്ട് അല്ലേ. ഇതിൽ നിന്ന് ഒരു പോയിന്റിന് ചുറ്റും, അതായത് ഇപ്പോൾ ഈ ഒരു പോയിന്റ് നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഈ പോയിന്റിന് ചുറ്റും നിന്ന് ഏതെങ്കിലും ഒരാൾ പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? പോയിന്റ് ഡിഫക്റ്റ് എന്ന് വിളിക്കുക. ഇനി എന്താണ് ലൈൻ ഡിഫക്റ്റ്? ഇറഗുലാരിറ്റീസ്. ലൈൻ ഡിഫക്ട്സ് ആർ ദി ഇറഗുലാരിറ്റീസ് ഓർ ഡീവിയേഷൻസ് ഫ്രം ഐഡിയൽ അറേഞ്ച്മെന്റ് ഇൻ എൻറ്റയർ റോ ഓഫ് ലാറ്റീസ് പോയിന്റ്. ഒരു ലാറ്റീസ് പോയിന്റിന്റെ എൻറ്റയർ റോയിൽ നിന്ന് എന്ത് സംഭവിക്കുന്നത്? ഡിഫക്റ്റ് സംഭവിക്കുന്നതിനാണ് നമ്മൾ എന്ത് പറയുന്നത്? ലൈൻ ഡിഫക്റ്റ് എന്ന് പറയുന്നത്. നമുക്കിവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കാനുള്ളത് പോയിന്റ് ഡിഫക്റ്റുകളുടെ ടൈപ്സ് ആണ്. ഓക്കെ, പോയിന്റ് ഡിഫക്റ്റുകളുടെ ടൈപ്സ് എന്ന് പറയുമ്പോൾ അത് തന്നെ 2 ടൈപ്പിലുണ്ട്. പോയിന്റ് ഡിഫക്റ്റിൻ്റെ ടൈപ്സ് എന്ന് പറയുമ്പോൾ സ്റ്റോഷ്യോമെട്രിക് ഉണ്ട്, നോൺ സ്റ്റോഷ്യോമെട്രിക് ഡിഫക്റ്റ് ഉണ്ട്. ആദ്യത്തെയാണ് നമ്മുടെ സ്റ്റോഷ്യോമെട്രിക് ഡിഫക്റ്റ്. സ്റ്റോഷ്യോമെട്രിക് ഡിഫക്റ്റ് അയോണിക് സോളിഡുകളിലും നോൺ അയോണിക് സോളിഡുകളിലും എന്താണ്? ഡിഫറെൻ്റ് ആണ്. അയോണിക് സോളിഡ്സിലും നോൺ അയോണിക് സോളിഡ്സിനകത്തും ഡിഫറെൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ ആദ്യം നമുക്ക് അയോണിക് സോളിഡ്സിൽ നോക്കാം. അയോണിക് സോളിഡ്സിൽ ആദ്യത്തെ ഡിഫക്റ്റാണ് ഫ്രെങ്കൽ ഡിഫക്റ്റ്. ഫ്രെങ്കൽ ഡിഫക്റ്റിനെ തന്നെ വേറൊരു പേരിട്ട് വിളിക്കും നമ്മൾ, ഡിസ്ലൊക്കേഷൻ ഡിഫക്റ്റ്. നമ്മൾ കേട്ടിട്ടുണ്ട്, എന്തായാലും +2 നമ്മൾ പഠിച്ചിട്ടുണ്ട് ഫ്രെങ്കൽ ഡിഫക്റ്റ് എന്താണെന്നുള്ളത്. എന്താണ് ഫ്രെങ്കൽ ഡിഫക്റ്റ് എന്ന് പറയുന്നത്? ദ സ്മോളർ അയോൺസ് യൂഷ്വലി കാറ്റയോൺ ഈസ് ഡിസ്ലൊക്കേറ്റഡ് ഫ്രം ഇറ്റ്സ് നോർമൽ സൈറ്റ് ടു ആൻ ഇൻഡർസ്റ്റീഷ്യൽ സൈറ്റ്. ഒരു നോർമൽ സൈറ്റിൽ നിന്നും ഇൻഡർസ്റ്റീഷ്യൽ സൈറ്റിലേക്ക് എന്ത് ചെയ്യും? നമ്മുടെ ആറ്റംസ് അല്ലെങ്കിൽ ഡിസ്ലൊക്കേഷൻ സംഭവിക്കുന്നതിനാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഫ്രെങ്കൽ ഡിഫക്റ്റ് എന്ന് വിളിക്കുന്നത്. ഫ്രെങ്കൽ ഡിഫക്റ്റുകളുടെ വേറൊരു പ്രത്യേകതയാണ് ഇറ്റ് ഡസ് നോട്ട് ചേഞ്ച് ദ ഡെൻസിറ്റി ഓഫ് ദ സോളിഡ് ആൻഡ് ഇസ് ഷോൺ ബൈ അയോണിക് സബ്സ്റ്റൻസസ് ഇൻ വിച്ച് ദർ ഇസ് എ ലാർജ് ഡിഫറൻസ് ഇൻ സൈസ് ഓഫ് അയോൺസ്. അതായത് ഫ്രെങ്കൽ ഡിഫക്റ്റുകളുടെ കാര്യം നോക്കിയാൽ ഡിസ്ലൊക്കേഷൻ ആണ് അല്ലേ. അതായത് കാറ്റയോൺസ്, യൂഷ്വലി അയോൺസ് ആയിട്ടുള്ള കാറ്റയോൺസ് എന്ത് ചെയ്യുന്നില്ല? പുറത്തേക്ക് ഇറങ്ങി പോകുന്നില്ല. പകരം ഇവിടെ ഇരിക്കേണ്ട ആള് ചിലപ്പോൾ ഇവിടെ വന്നിരിക്കും. അത്രേ ഉള്ളൂ. അതായത് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് ഒരു അയോണും പോകുന്നില്ല, എല്ലാവരും ഇവിടെ തന്നെ ഉണ്ടാവും.
ഓക്കെ. പക്ഷെ എന്തുണ്ടാവുന്നില്ല, ഡെൻസിറ്റിക്ക് അതുകൊണ്ട് തന്നെ ചേഞ്ച് ഉണ്ടാവുന്നില്ല. ഇയാൾ പുറത്തേക്ക് പോവുകയാണെന്നുണ്ടെങ്കിലാണ് ഡെൻസിറ്റിക്ക് ചേഞ്ച് ഉണ്ടാവുള്ളൂ. ഇയാൾ ഇവിടെ തന്നെ ഡിസ്ലൊക്കേറ്റഡ് ആയിട്ടിരിക്കുന്നത് കൊണ്ട് ഫ്രെങ്കൽ ഡിഫക്റ്റുകളുടെ പ്രത്യേകത എന്ന് പറയുന്നത് ഡെൻസിറ്റിക്ക് ചേഞ്ച് ഉണ്ടാവില്ല. അപ്പോൾ ഡെൻസിറ്റിക്ക് ചേഞ്ച് ഇല്ലാത്തൊരു ഡിഫക്റ്റാണ് എന്ത്, ഫ്രെങ്കൽ ഡിഫക്റ്റുകൾ എന്ന് പറയുന്നത്. അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഫ്രെങ്കൽ ഡിഫക്റ്റുകൾക്ക് എന്താണ് ഒരു പ്രത്യേകത, ഡെൻസിറ്റിക്ക് വ്യത്യാസമൊന്നും ഉണ്ടാവില്ല. ഇവിടെ നോക്കൂ, ഇറ്റ് ഡസ് നോട്ട് ചേഞ്ച് ദ ഡെൻസിറ്റി ഓഫ് ദ സോളിഡ് ആൻഡ് ഇസ് ഷോൺ ബൈ അയോണിക് സബ്സ്റ്റൻസസ് ഇൻ വിച്ച് ദർ ഇസ് എ ലാർജ് ഡിഫറൻസ് ഇൻ സൈസ് ഓഫ് അയോൺസ്. അയോൺസിൻ്റെ സൈസിൽ ലാർജ് സൈസ് ഡിഫറൻസ് ഉള്ളതിനകത്താണ് ഇത് നടക്കുകയുള്ളൂ. ഓക്കെ. അയോണിക് സബ്സ്റ്റൻസസ് ഇൻ വിച്ച് ദർ ഇസ് എ ലാർജ് ഡിഫറൻസ് ഇൻ സൈസ് ഓഫ് അയോൺസ്, ZnS, AgCl, AgBr ഒക്കെ കാണിക്കുന്നത് ആരാണ്, ഈ പറയുന്ന ഫ്രെങ്കൽ ഡിഫക്റ്റ് ആണ്. ഓക്കെ. അപ്പോൾ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് ഫ്രെങ്കൽ ഡിഫക്റ്റുകളുടെ എക്സാമ്പിൾസ് എന്ന് പറയുന്നത്. ഇതിനകത്ത് AgBr നമ്മളൊന്ന് പ്രത്യേകം നോട്ട് ചെയ്യണം. നമുക്കൊരു കാര്യം പറയാനുണ്ട്. അടുത്ത നമ്മുടെ ഡിഫക്റ്റ് ആണ് ഷോർട്ട് കീ ഡിഫക്റ്റ് എന്ന് പറയുന്നത്. ഷോർട്ട് കീ ഡിഫക്റ്റുകളുടെ പ്രത്യേകത നോക്കൂ, ഈക്വൽ നമ്പർ ഓഫ് കാറ്റയോൺസ് ആൻഡ് ആനയോൺസ് മിസ്സിംഗ് ആയിരിക്കും. ഓക്കെ. അതായത് ഇപ്പം നമ്മുടെ ഇതിപ്പോൾ Na+Cl- Na+Cl- ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഒരു Na+ഉം ഒരു Cl- അല്ലെങ്കിൽ 2 Na+ഉം 2 Cl-ഉം അങ്ങനെ ഈക്വൽ നമ്പർ ഓഫ് ആനയോൺസും കാറ്റയോൺസും മിസ്സിംഗ് ആയിരിക്കും. ഈ മിസ്സിംഗ് ആവുന്നത് കൊണ്ട് തന്നെയുള്ള ഒരു പ്രത്യേകത എന്താ, അവരുടെ ഡെൻസിറ്റിക്ക് കുറവുണ്ടാവും. അപ്പോൾ ഡെൻസിറ്റിക്ക് വ്യത്യാസം വരുന്നൊരു ഡിഫക്റ്റ് ആണ് എന്ത്, ഷോർട്ട് കീ ഡിഫക്റ്റ് എന്ന് പറയുന്നത്. ഇറ്റ് ഡിക്രീസസ് ദ ഡെൻസിറ്റി ഓഫ് ദ സബ്സ്റ്റൻസസ് ആൻഡ് ഇസ് ഷോൺ ബൈ അയോണിക് സബ്സ്റ്റൻസസ് ഇൻ വിച്ച് കാറ്റയോൺസ് ആൻഡ് ആനയോൺസ് ആർ ഓഫ് ഓൾമോസ്റ്റ് സിമിലർ സൈസ്. ഇവിടെ നമ്മൾ പറഞ്ഞു ലാർജ് സൈസ് ഡിഫറൻസ് ഉണ്ടാവും എന്ന് പറഞ്ഞു. ഇവിടെ നോക്കൂ, സിമിലർ സൈസിലുള്ളവർക്കാണ് ഇത് സംഭവിക്കുന്നത്. അതിന് എക്സാമ്പിളാണ് NaCl, KCl, CsCl ആൻഡ് AgBr. കണ്ടോ, AgBrന്റെ കാര്യം നോക്കിയേ. AgBr ഫ്രെങ്കലിലും വരുന്നുണ്ട്, ഷോർട്ട് കീയിലും വരുന്നുണ്ട്. AgBr ഷോസ് ബോത്ത് ഫ്രെങ്കൽ ആസ് വെൽ ആസ് ദി ഷോർട്ട് കീ ഡിഫക്റ്റ്. അതുകൊണ്ട് AgBr ഒരു ഇമ്പോർട്ടൻ്റ് ആണ്. AgBr കാണിക്കുന്ന ഡിഫക്റ്റ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എക്സാമ്പിളിൽ ഓപ്ഷൻസിൽ എന്തുണ്ടാവും, 2 എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ 2 ഉണ്ടെന്നാണ് കാണിക്കേണ്ടത്. ഓക്കെ. അല്ലെങ്കിൽ എയ്തർ ഫ്രെങ്കൽ ഓർ ഷോർട്ട് കീ ഉള്ളൂ എന്നുണ്ടെങ്കിൽ നമ്മൾ ഏതെങ്കിലും ഒരെണ്ണം സെലക്ട് ചെയ്യാം. കാരണം എന്താ, 2 ഡിഫക്റ്റും കാണിക്കുന്ന ആളാണ് നമ്മുടെ AgBr എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. അപ്പോൾ അത് നമ്മുടെ ഓക്കെ ആയി. ഇനി അടുത്തത് നോൺ അയോണിക് സോൾട്സിൻ്റെ കാര്യമാണ് പറയുന്നത്. ഇപ്പോൾ നമ്മൾ പറഞ്ഞു അയോണിക് സോൾട്സിൻ്റെ കാര്യമാണ് നമ്മൾ പറഞ്ഞത്. ഇനി നമുക്ക് നോക്കാം നോൺ അയോണിക് സോളിഡ്സുകളിൽ കാണിക്കുന്ന ഡിഫക്റ്റുകൾ ഏതൊക്കെയാണ്. വാക്കൻസി ഡിഫക്റ്റ് ഉണ്ട്, ഇൻ്റർസ്റ്റീഷ്യൽ ഡിഫക്റ്റുകളുണ്ട്. നോക്കൂ, എന്താ വാക്കൻസി ഡിഫക്റ്റ് എന്ന് പറഞ്ഞാൽ സം ഓഫ് ദി ലാറ്റീസ് സൈറ്റ്സ് ആർ വാക്കൻ്റ് ആയിരിക്കും. അതായത് അവിടെ എന്തുണ്ടാവില്ല, മിസ്സിംഗ് ആയിരിക്കും. അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, നമ്മുടെ വാക്കൻസി ഡിഫക്റ്റിനകത്ത് എന്തുണ്ടാവും, ഡെൻസിറ്റിക്ക് ഡിഫറൻസ് ഉണ്ട്. അത് നമ്മൾ അവിടെ പറഞ്ഞത് തന്നെയാണ്. ഓക്കെ. പിന്നെയോ ഇൻഡർസ്റ്റീഷ്യൽ എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മുടെ ലറ്റീസ് പോയിന്റിൽ നിന്ന് ഇൻഡർസ്റ്റീഷ്യൽ സൈഡിലേക്ക്, അതായത് വാക്കൻസി ഡിഫക്റ്റ് എന്ന് പറയുന്നത് ഷോർട്ട് കീ ഡിഫക്റ്റിനും പറയാൻ പറ്റും, ഇൻഡർസ്റ്റീഷ്യൽ എന്ന് പറയുന്നത് ഫ്രെങ്കലിനും നമുക്ക് പറയാൻ പറ്റും. അവിടെ എന്തുണ്ടാവും, ഡെൻസിറ്റിക്ക് കൂടുതലുണ്ടാവും, ഇൻക്രീസ് ദ ഡെൻസിറ്റി, അതായത് കൂടുതൽ പാർട്ടിക്കിൾസ് വന്ന് അവിടെ ഒക്യുപ്പൈ ചെയ്യും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവിടെ ഇൻക്രീസിങ് ഇൻ ഡെൻസിറ്റി ഉണ്ടാവും. ഓക്കെ ആണല്ലോ. അടുത്ത നമ്മുടെ ടോപ്പിക്കാണ് ഇമ്പ്യൂരിറ്റി ഡിഫക്റ്റ് എന്ന് പറയുന്നത്. എന്താണ് ഇമ്പ്യൂരിറ്റി ഡിഫക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, foreign items are present at the lattice site in place of host items or at a vacant ഇൻഡസ്ട്രിയൽ സൈറ്റ്സ്. വാക്കൻ്റ് ആയിട്ട് കിടക്കുന്ന ഇൻഡസ്ട്രിയൽ സൈറ്റിനകത്ത് വന്നിരിക്കേണ്ട ഹോസ്റ്റ് ഐറ്റത്തിന് പകരം ഫോറിൻ ഒബ്ജക്ട്സ് വന്നിരുന്നാൽ അവരാണ് എന്ത്, ഇമ്പ്യൂരിറ്റി ഡിഫക്റ്റുകൾ എന്ന് നമ്മൾ വിളിക്കുന്നത്. ഓക്കെ. ഇമ്പ്യൂരിറ്റി ഡിഫക്റ്റുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, വാക്കൻ്റ് ആയിട്ടിരിക്കുന്ന ലറ്റീസ് സൈറ്റിൽ അല്ലെങ്കിൽ ഇൻഡസ്ട്രിയൽ സൈറ്റിൽ നമ്മുടെ ഫോറിൻ ഐറ്റംസ് വന്നിരിക്കുന്നതിനാണ് നമ്മൾ എന്ത് പറയുന്നത്, ഇമ്പ്യൂരിറ്റി ഡിഫക്റ്റ്. ഓക്കെ. SrCl2 നമ്മൾ NaCl ആയിട്ട് ആഡ് ചെയ്യുമ്പോൾ Na+ ions ആർ റീപ്ലേസ്ഡ് വിത്ത് Sr2+ ions പ്രൊഡ്യൂസിങ് 1 cation വാക്കൻസി. ഓക്കെ. അപ്പോൾ അവിടെ വാക്കൻസിയിൽ ഉണ്ടാവുന്നതാണ് നമ്മൾ വിളിക്കുന്നത് ഇമ്പ്യൂരിറ്റി ഡിഫക്റ്റുകൾ എന്ന് വിളിക്കുന്നത്. അപ്പോൾ നമ്മൾ സ്റ്റോഷ്യോമെട്രിക് ഡിഫക്റ്റുകൾ പറഞ്ഞു. ഇനിയാണ് നോൺ സ്റ്റോഷ്യോമെട്രിക് ഡിഫക്ട്സിനെ കുറിച്ച് പറയാൻ പോകുന്നത്. നോൺ സ്റ്റോഷ്യോമെട്രിക് ഡിഫക്റ്റുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെൻ ദ റേഷ്യോ ഓഫ് ദി കാറ്റയോൺ ടു ദി ആനയോൺ ബിക്കം ഡിഫറെൻറ്റ് ഫ്രം ദാറ്റ് ഇൻഡിക്കേറ്റ് ദി ഐഡിയൽ കെമിക്കൽ ഫോർമുല ദ ഡിഫക്ട്സ് ആർ കോൾഡ് നോൺ സോഷ്യോമെട്രിക് എന്നാണ്. സോഷ്യോമെട്രിക് ഡിഫക്റ്റ്, നോൺ സോഷ്യോമെട്രിക് ഡിഫക്റ്റ്, സ്റ്റോഷ്യോമെട്രിക് ഡിഫക്റ്റ്. ഓക്കെ. അതായത് റേഷ്യോ ഓഫ് ദി കാറ്റയോൺ ടു ദി ആനയോൺ ബിക്കം ഡിഫറെൻറ്റ്. ഓക്കെ. ഐഡിയൽ കെമിക്കൽ
ഫോർമുലയിൽ കാണിച്ചിരിക്കുന്ന ഒരു റേഷ്യോ ആയിരിക്കില്ല എന്തിൽ കാണിക്കുക, ആനയോൺ കാറ്റയോൺ തമ്മിൽ കാണിക്കുക. അവർ മെറ്റൽ എക്സസ് ഡിഫക്റ്റ് ഉണ്ട്. മെറ്റൽ എക്സസ് ഡിഫക്റ്റ് എന്ന് പറഞ്ഞാൽ ആനയോൺ വാക്കൻസി കൊണ്ട് ഉണ്ടാവുന്നതാണ്. അതായത് ഓൺ ഹീറ്റിംഗ് NaCl നമ്മൾ ഹീറ്റ് ചെയ്ത് കഴിയുന്ന സമയത്ത് Na വേപ്പേഴ്സ്, ഇൻ ദ പ്രസൻസ് ഓഫ് Na വേപ്പേഴ്സ് സം ആനയോൺ Cl മൈനസ് ആയിട്ടുള്ള ആനയോൺസ് എന്ത് ചെയ്യും, ലറ്റീസ് സൈറ്റിൽ നിന്ന് ഇറങ്ങിപ്പോകും. ഓക്കെ, അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, എഫ് സെൻറ്റേഴ്സ് എന്ന് വിളിക്കുന്നത്. എഫ് സെൻറ്ററുകൾ എന്ന് വിളിക്കുന്നത്, ഗിവിങ് കളേഴ്സ് ടു ദി ക്രിസ്റ്റൽസ്. അതുകൊണ്ടാണ് NaCl ഒരു കളർ കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ എഫ് സെൻറ്റർ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഹീറ്റ് ചെയ്യുന്ന സമയത്ത് NaCl എന്നയുടെ പ്രസൻസിൽ ക്ലോറിൻ അയോൺസ് കുറച്ച് അവിടെ നിന്ന് ലീവ് ചെയ്ത് പോകും ലറ്റീസ് സൈറ്റിൽ നിന്ന്. അവിടെ എന്താ, സൈറ്റ് വിച്ച് ആർ ഒക്യുപ്പൈഡ് ബൈ ഇലക്ട്രോൺസ്. അതിനെയാണ് നമ്മൾ എഫ് സെൻറ്ററുകൾ എന്ന് വിളിക്കുന്നത്. അതാണ് എന്ത് കിട്ടുന്നത്, അവിടെ കളർ കിട്ടുന്നത്. ഇത് എന്തുകൊണ്ടാണ്, എക്സ്ട്രാ കാറ്റയോൺസ് ഇൻഡസ്ട്രീഷ്യൽ സൈറ്റുകളിൽ വരുന്നത് കൊണ്ടാണ്. ഓക്കെ, അടുത്തതാണ് വേറെ എക്സാമ്പിൾ കൂടി ഉണ്ട്, നമുക്കൊരു എക്സാമ്പിൾ മതി. ഇനി മെറ്റൽ ഡെഫിഷ്യൻസി ഡിഫക്റ്റ് ഉണ്ട്. അത് കൂടുതലും ഒക്കർ ചെയ്യുന്നത് മിസ്സിംഗ് ഓഫ് കാറ്റയോൺസ് കൊണ്ടാണ്. കാറ്റയോൺസ് ഇറ്റ്സ് ലെറ്റീസ് സൈറ്റ് ആൻഡ് ഇറ്റ്സ് പ്രസൻസ് ഓഫ് കാറ്റയോൺ ഹാവ് ഹയർ ചാർജ് ഇൻ ദി അഡ്ജസൻറ്റ് ലെറ്റീസ് സൈറ്റ്. പ്രസൻസ് എന്തുണ്ടാക്കും, അടുത്തിരിക്കുന്ന ലെറ്റീസ് സൈറ്റിൻ്റെ ആൾക്ക് ഹയർ ചാർജ് കൊടുക്കും. അതായത് FeO എന്ന് പറയുന്നത് Fe2+ ആ കാറ്റയോൺസ് ആർ മിസ്സിംഗ് ആൻഡ് ലോസ് ഓഫ് പോസിറ്റീവ് ചാർജ് മെയ്ഡ് അപ്പ് ദ പ്രസൻസ് ഓഫ് റിക്വേർഡ് Fe3+ അയോൺസ്. കാണിക്കുന്ന ആറ്റം ഏതാണെന്നുള്ളത് നമ്മൾ പഠിച്ചാൽ മതി. നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നമ്മളിപ്പോൾ പഠിച്ചു കഴിഞ്ഞു, ഫ്രെങ്കലും ഷോട്ട്കിയുമാണ്. ഓക്കെ, അത് രണ്ടും നമ്മൾ ഓർത്ത് വെക്കണം. ഓക്കെ, ഇനി ഇവിടെ ഒരു ക്വസ്റ്റ്യൻ നോക്കൂ. വിച്ച് ഓഫ് ദി ഫോളോയിങ് ക്രിസ്റ്റൽ ഡസ് നോട്ട് എക്സിബിറ്റ് ഫ്രെങ്കൽ ഡിഫക്റ്റ്? നമ്മൾ പറഞ്ഞായിരുന്നു നേരത്തെ തന്നെ എക്സാമ്പിളുകൾ പഠിക്കണം എന്നുള്ളത്. AgBr, AgCl, KBr, ZnS. നമുക്ക് നോക്കുമ്പോൾ തന്നെ അറിയാം AgBr അല്ല എന്തായാലും. കാരണം എന്താണ്, ഫ്രെങ്കലും ഷോട്ട്കിങ് കാണിക്കുന്ന ആളാണ് എന്ത്, AgBr എന്ന് പറയുന്നത്. AgCl ആണോ KBr ആണോ ZnS ആണോ എന്നുള്ളതാണ് നമ്മുടെ അടുത്തൊരു സംശയം. എന്തായിരിക്കും, നമ്മൾ നേരത്തെ പഠിച്ച എക്സാമ്പിളുകൾ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ, നമ്മളിപ്പോൾ ഫ്രെങ്കൽ ഡിഫക്റ്റിൻ്റെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് എക്സാമ്പിളുകൾ നമ്മളിവിടെ കൊടുത്തിട്ടുള്ളൂ. ZnS, AgCl, AgBr. ZnS, AgCl, AgBr. ഇവർ മൂന്ന് പേരും എന്ത് കാണിക്കുന്നതാണ്, ഫ്രെങ്കൽ ഡിഫക്റ്റ് കാണിക്കുന്നതാണ്. AgBr ഫ്രെങ്കലും ഷോട്ട്കിയും കാണിക്കുന്നതാണ്. ഓക്കെ, AgCl ഫ്രെങ്കൽ കാണിക്കുന്നതാണ്, ZnS എന്താണ്, ഫ്രെങ്കൽ കാണിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ KBr ആണ് എന്ത്, ഷോട്ട്കി കാണിക്കുന്നത്. അതുകൊണ്ട് ഇവിടുത്തെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് C ആണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, ZnS എന്ന് പറയുന്നത് എന്ത് സോഷ്യോമെട്രിക് ഡിഫക്റ്റ് ആണ് കാണിക്കുന്നത്? ZnS എന്ത് സോഷ്യോമെട്രിക് ആണ്? മുമ്പത്തെ ക്വസ്റ്റ്യൻ നോക്കൂ, ZnS എന്ത് കാണിക്കുന്നുണ്ട്, ഫ്രെങ്കൽ ഡിഫക്റ്റ് കാണിക്കുന്നുണ്ട്. ഇതങ്ങനെ ക്വസ്റ്റ്യൻസിന്റെ പാറ്റേൺ. ഓക്കെ, അപ്പോൾ ഇവിടെ ZnS കാണിക്കുന്ന ഡിഫക്റ്റ് ഏതാണ്, ഫ്രെങ്കൽ ഡിഫക്റ്റ് ആണ്. ആൻസർ B ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ, ഇനി AgBr ജനറലി ഷോസ്. AgBr എന്താണ് കാണിക്കുന്നത്, ഷോട്ട്കി ആണോ, ഫ്രെങ്കൽ ആണോ, ബോത്ത് ആണോ, ഇൻഡസ്ട്രീഷ്യൽ ആണോ? നമ്മൾ നേരത്തെ പറഞ്ഞു AgBrന്റെ പ്രത്യേകത എന്താണ്, അവർ ഷോട്ട്കി ഡിഫക്റ്റും ഫ്രെങ്കൽ ഡിഫക്റ്റും കാണിക്കും. അപ്പോൾ ഇവിടുത്തെ ബോത്ത് എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ. ഓക്കെ, ആൻഡ് ഇലക്ട്രോൺ ട്രാപ്ഡ് ഇൻ ആൻ ആനയോൺ സൈറ്റ്. ഒരു ആനയോൺ സൈറ്റിൽ ഇലക്ട്രോൺ ട്രാപ്പ് ചെയ്തു പോകുന്നത് നമ്മൾ പറഞ്ഞു ഡിസ്ലൊക്കേഷൻ ആണ് അവിടെ ഉണ്ടാകുന്നത് അല്ലേ. അപ്പോൾ ഡിസ്ലൊക്കേഷൻ വരുന്നത് ഏതാണ്, ഫ്രെങ്കൽ ഡിഫക്റ്റ് ആണ്. ഓപ്ഷൻ B ആണ് അവിടുത്തെ കറക്റ്റ് ആൻസർ. വാട്ട് ഈസ് ദി എഫക്റ്റ് ഓഫ് ഫ്രെങ്കൽ ഡിഫക്റ്റ് ഓൺ ദി ഡെൻസിറ്റി ഓഫ് അയോണിക് സോളിഡ്സ്? അയോണിക് സോളിഡ്സിന്റെ കാര്യത്തിൽ ഫ്രെങ്കൽ ഡിഫക്റ്റ് സംഭവിക്കുമ്പോൾ എന്താ ഉണ്ടാവുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ ഫ്രെങ്കൽ ഡിഫക്റ്റുകളുടെ പ്രത്യേകത എന്താണ്, ഡിസ്ലൊക്കേഷൻ ആണ് എന്ന് നമ്മൾ പറഞ്ഞു അല്ലെ. ഒരു സൈറ്റിൽ നിന്ന് മാറിപ്പോകുന്നു. അപ്പോൾ എന്താണ്, ഡെൻസിറ്റിക്ക് കൂടുതൽ ഉണ്ടാവും, ഡെൻസിറ്റി കുറയും. ഡെൻസിറ്റി ഓഫ് ദ ക്രിസ്റ്റൽസ് റിമെയിൻ അൺചേഞ്ച്ഡ്, വ്യത്യാസമൊന്നും ഉണ്ടാവില്ല. ദർ ഇസ് നോ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഡെൻസിറ്റി ഓഫ് എ ക്രിസ്റ്റൽ ആൻഡ് എ ഡിഫക്റ്റ്. എന്താണ്, ഡെൻസിറ്റി ഓഫ് എ ക്രിസ്റ്റൽസ് റിമെയിൻ അൺചേഞ്ച്ഡ്. കാരണം എന്താണ്, ഡിസ്ലൊക്കേഷൻ ആയതുകൊണ്ട് ഫ്രെങ്കൽ ഡിഫക്റ്റിൽ എന്തുണ്ടാവുന്നില്ല, ഡെൻസിറ്റിക്ക് വ്യത്യാസങ്ങളൊന്നും ഉണ്ടാകുന്നില്ല. ഓക്കെ, നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. In a crystal of an ionic solid, a few cations have left their lattice site and are located at the some interstitial site. അങ്ങനെയാണെങ്കിൽ ആ ഡിഫക്റ്റുകൾ എന്ത് പേരിട്ടാണ് വിളിക്കുന്നത്, എന്ത് പേരിട്ടാണ് വിളിക്കുന്നത്? നമ്മൾ പറഞ്ഞു ഡിസ്ലൊക്കേഷൻ, മുമ്പ് പറഞ്ഞത് തന്നെയാണ്. അപ്പോൾ അതെന്ത് ഡിഫക്റ്റ് ആണ്, ഫ്രെങ്കൽ ഡിഫക്റ്റ് ആണ്. ഓക്കെ, അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് ഇന്ന് പഠിക്കാനുള്ളത്. നമ്മൾ സോളിഡ് സ്റ്റേറ്റ്സ് എന്നുള്ള ടോപ്പിക്കിൽ വളരെ ചെറിയൊരു പോർഷനാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. ഫ്രെങ്കൽ ഡിഫക്റ്റ് എന്താണ്, ഷോട്ട്കി ഡിഫക്റ്റ് എന്താണ്, അതുപോലെ തന്നെ ഇൻഡസ്ട്രീഷ്യൽ ഡിഫക്ട്സുകൾ എന്താണ്, അയോണിക് സോളിഡ്സിൽ, നോൺ അയോണിക് സോളിഡ്സിലുള്ള ഡിഫക്റ്റുകൾ, ഇമ്പ്യൂരിറ്റി ഡിഫക്റ്റ്, അതിനകത്ത് ഡെൻസിറ്റി എഫക്റ്റ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ, പിന്നെ ഡിസ്ലൊക്കേഷൻസ് സംഭവിക്കുന്നത് ഇതിലൊക്കെയാണ്. അതിൻ്റെ എക്സാമ്പിൾസ് ZnS, AgBr രണ്ടും കാണിക്കുന്നുണ്ട്. ബോത്ത് ഫ്രെങ്കലും ഷോട്ട്കിയും കാണിക്കുന്നതിൻ്റെ എക്സാമ്പിളായിട്ട് പറയാൻ പറഞ്ഞാൽ നമുക്ക് അവിടെ AgBr പറയാൻ പറ്റുമെന്ന് പറഞ്ഞു. പിന്നെ നമ്മൾ പറഞ്ഞത് എന്താണ്, ബോണ്ടുകളെ കുറിച്ചിട്ടാണ്. പിന്നെ അനൈസോട്രോപ്പി എന്താണ്, ഐസോട്രോപ്പി എന്താണ്, ക്രിസ്റ്റലൈൻ സോളിഡ്സ് എന്താണ്, അമോർഫസ് സോളിഡ്സ് എന്താണ്, കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഈ ടോപ്പിക്കിൽ പറഞ്ഞിരിക്കുന്നത്. മനസ്സിലായെന്ന് വിചാരിക്കുന്നു.
എല്ലാവരും ഇതൊന്ന് റിവൈസ് ചെയ്ത് നോക്കുക, ആദ്യം തൊട്ടൊന്ന് നോക്കി നോക്കുക. ഓക്കെ, അപ്പോൾ താങ്ക് യു.